താണ്ടി കടവ് താണ്ടി കാവുതോറും ചുറ്റിയടിച്ച് എന്റെ ബാലുമോനെ കാണാൻ വന്നതാ മുത്തച്ഛൻ. ബാലുവിന് ഇഷ്ടമുള്ള അരിമുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വയറു നിറയെ കഴിച്ചോളൂ. അതെ, എനിക്കൊരു സംശയം. എന്താ മുത്തച്ഛനെ കുട്ടികൾക്ക് ഇത്ര പേടി? അതിനെങ്ങനെയാ? മുത്തച്ഛൻ ഭ്രാന്തനല്ലേ? നാട്ടുകാർക്കും വീട്ടുകാർക്കും വെറും ഭ്രാന്തൻ. ഞാൻ എന്നൂരിനെ കേട്ടറിഞ്ഞവൻ, കണ്ടറിഞ്ഞവൻ, തൊട്ടറിഞ്ഞവൻ. ബാലുമോന് പേടിയുണ്ട മുത്തച്ഛനെ? എന്റെ മുത്തച്ഛനെ എനിക്ക് പേടിയില്ല. അച്ഛനും മുത്തച്ഛനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെ, ഞാൻ ഭ്രാന്തനല്ലേ? വെറും ഭ്രാന്തൻ. നിനക്കും നിന്റെ അച്ഛനുമെല്ലാം എന്റെ ഊരിനെ പറ്റി എന്തറിയാം? ബാലുമോൻ കരിന്തണ്ടൻ മൂപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കരിന്തണ്ടൻ മൂപ്പനോ? അതാരാ? വരൂ, മുത്തച്ഛൻ പറഞ്ഞു തരാട്ടോ. വയനാട്ടിൽ താമസിക്കുന്ന പണിയർ എന്ന ഗോത്രവിഭാഗത്തിന്റെ നേതാവാണ് കരിന്തണ്ടൻ. പ്രകൃതിയോട് പടവെട്ടി നേടിയ കാരിരുമ്പിന്റെ കരുത്തുള്ള ശരീരം, തലമുറകളായി കൈമാറി കിട്ടിയ അധികാര ചിഹ്നമായ അത്ഭുതവള വലം കൈയിൽ, ഗോത്രാധികാരത്തിന്റെ പ്രതീകമായ പട്ട് ഇടം തോളിൽ, കരിമ്പാറയിൽ കൊത്തിയെടുത്ത ശില്പം പോലൊരു യുവാവ്. ബ്രിട്ടീഷുകാർ നമ്മുടെ ഊരിന്റെ ചന്തവും സമ്പത്തും ഗുണവും മണ്ണും കണ്ടു മോഹിച്ചു. സൂത്രത്തിലെ നമ്മുടെ ഊരിനെ സ്വന്തമാക്കാലോ എന്ന് വിചാരിച്ചു. കാടിന്റെ രഹസ്യമറിയുന്നവനാ നമ്മുടെ കരിന്തണ്ടൻ മൂപ്പൻ. ഈ അതിമോഹികൾ മൂപ്പനെ വശത്തിലാക്കി നമ്മുടെ ഊരുവഴികളെല്ലാം വെട്ടിത്തെളിച്ച് ഇന്ന് കാണുന്ന താമരശ്ശേരി ചുരമുണ്ടാക്കിയെടുത്തു. നാളെ ചരിത്രം വാഴ്ത്തുന്നത് കരിന്തണ്ടനെയാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് കരിന്തണ്ടനെ കൊല്ലണം. കാരിരുമ്പിന്റെ കരുത്തുള്ള കരിന്തണ്ടനെ കൊല്ലുക എളുപ്പമല്ല എന്ന് അവർക്കറിയാമായിരുന്നു. ചതിയിലൂടെ മാത്രമേ കരിന്തണ്ടനെ ഇല്ലാതാക്കാൻ സാധിക്കൂ. കരിന്തണ്ടന്റെ ആത്മധൈര്യത്തിന്റെ ഉറവിടം വലത് കൈയിൽ കിടക്കുന്ന വളയാണെന്ന് നാട്ടുപ്രമാണിമാർ സായിപ്പന്മാരെ ധരിപ്പിച്ചു. ആ വള നഷ്ടപ്പെട്ടാൽ അധികാരവും നഷ്ടപ്പെടും. ആ വള നഷ്ടമാക്കിയാൽ കരിന്തണ്ടനെ മാനസികമായി തളർത്താമെന്നും വെടിവെച്ച് കൊല്ലാമെന്നും തീരുമാനിച്ചു. കരിന്തണ്ടൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ വള ഊരിവെക്കുമെന്നും പിന്നീട് കുളിച്ച ശേഷം മാത്രമേ അത് അണിയുകയുള്ളൂ എന്നും നാട്ടുപ്രമാണിമാർക്കറിയാമായിരുന്നു.
കുളി കഴിഞ്ഞെത്തിയ മൂപ്പൻ വള കാണാതെ വിഷമിച്ചു. വള നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പരിണത ഫലത്തെ കുറിച്ച് ആലോചിച്ച് തളർന്നിരുന്ന മൂപ്പനെ ഇരുചെവിയും അറിയാതെ അവർ വകവരുത്തി. അയ്യോ മുത്തച്ഛ, പാവം മൂപ്പൻ. നമ്മുടെ മൂപ്പൻ നമ്മളെ വിട്ടുപോയിട്ടില്ല. അങ്ങനെ വിട്ടുപോകാൻ മൂപ്പന് പറ്റോ? മൂപ്പന്റെ ആത്മാവേ നമ്മുടെ ഉള്ളിൽ ഈ കാറ്റിനോടും പുഴയോടും മലയോടുമെല്ലാം ചേർന്ന് അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് സങ്കല്പം. ഇതോടുകൂടി നമ്മുടെ ഊരിന്റെ മുഖച്ഛായയെ മാറി. കാര്യമൊക്കെ ശരിയാ. നമ്മുടെ ഊര് ഒരുപാട് വളർന്നു, ലോകം വളർന്നു. അതിന്റെ ഒപ്പം നമ്മുടെ ദുരാഗ്രഹവും വളർന്നു. നമ്മൾ കാടിനെ പുലർത്തും, ചൂന്നും, വെട്ടിയും. അതെന്താ മുത്തച്ഛ, അങ്ങനെ വികസനങ്ങളൊക്കെ നമുക്ക് വേണ്ടേ? വികസനം വേണം. അല്ല, അത് കതിരന്റെ ശബ്ദമല്ലേ? എന്താടാ കതിര, നിന്റെ ഇടവും വലവും ഈ ആരുമില്ലല്ലോ. നീ അവരോട് പിണങ്ങി ഓടി വന്നതാണല്ലേ? കതിര, കതിര, മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞത് അവൻ. അതിശക്തമായ മഴ. ഇനി നമ്മൾ ഇവിടെ നിന്നാൽ അപകടമാണ്. വാ, വേഗം നടക്ക്, നമുക്ക് ഇവിടുന്ന് പോകാം. മുത്തച്ഛൻ എങ്ങനെയാ മൃഗങ്ങളുടെ ഭാഷ അറിയണേ? അച്ഛൻ പറയുന്നത് മുത്തച്ഛൻ വെറുതെ ഓരോ ഭ്രാന്ത് പറയാന്നാ. അതെ, ഞാൻ ഭ്രാന്തനല്ലേ? ഒരു ഭ്രാന്തൻ. കാടിന്റെ മുകളിൽ പറക്കുന്ന കാറ്റിന്റെ ദിശ മാറിയാൽ അറിയും നീ കാണൂ. പറവകളുടെ ചിറകടിയിൽ അവയുടെ ഭയം അറിയും നീ കാണൂ. എങ്ങനെ ഈ മരങ്ങൾ പോലും മുത്തച്ഛനോട് മിണ്ടും. ബാലുമോനെ, ആ വിദ്യയെല്ലാം മുത്തശ്ശൻ ഒരിക്കൽ പഠിപ്പിച്ചു തരാട്ടോ. വിചാരം എപ്പ പോയതാ നീ കളിക്കാൻ? അതെങ്ങനെയാ? ഊര് ചുറ്റി മുത്തച്ഛനല്ലേ കൂട്ട്. വേഗം പോയി കുളിക്ക്, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അതാ വീണ്ടും പോയി ഊര് ചുറ്റാൻ. പോയിട്ട് വരുമ്പോ വരട്ടെ. ബാലു, അച്ഛനെ വിളിക്കൂ, കഞ്ഞി കുടിക്കാം.
മുത്തച്ഛൻ എവിടെ പോയി? ഊര് ചുറ്റി മതിയായിട്ടില്ല, വീണ്ടും പോയി കാണും. നീ വേഗം പോയേ കഞ്ഞി കുടിച്ച് പഠിക്കാൻ നോക്കിക്കോ. മഴയത്ത് കാട്ടിലൂടെ നടക്കുകയാണ് നാണു. കുത്തിയൊഴുകി വരുന്ന വെള്ളത്തിലേക്ക് നാണു നോക്കുന്നു. വെള്ളം കലങ്ങി പറയുന്നു. ആദ്യ മഴയ്ക്ക് വെറും കലപ്പ്, മൂന്നാം മഴയ്ക്ക് കനപ്പ്, തെളിനീരിന് പകരം കലർപ്പ്, ചോരയുടെ കലർപ്പ്. ഭ്രാന്ത് ഓരോ ഊരും ചുറ്റടിച്ചിട്ട് വന്നു ഓരോ ഭ്രാന്ത് പറയും. ഞാൻ ഭ്രാന്തനല്ല, എന്നെ വിശ്വസിക്കൂ, എന്നെ ഒന്ന് വിശ്വസിക്കൂ. താൻ തന്റെ പണി നോക്ക്, ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഇത് സാധാരണ മഴയല്ല. ഈ രാത്രി നമ്മളാരും താണ്ടില്ല. നീയെങ്കിലും മുത്തച്ഛൻ പറയുന്നത് കേൾക്കൂ മോനെ. ഈ രാത്രി നമ്മളാരും താണ്ടില്ല. രക്ഷപ്പെടണമെങ്കിൽ വാ മോനെ. ഈ അച്ഛൻ കാരണം മനുഷ്യര് പുറത്തൊക്കെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഒരു വാന നിരീക്ഷകൻ അച്ഛന് പോണേലേ അച്ഛൻ എവിടേക്കച്ഛൻ പൊക്കോ. ഇവരൊന്നും ആരും എങ്ങോട്ട് വരാൻ പോണില്ലേ. ഇതൊരു മഴയാ, സാധാരണ മഴ. അതിനാണ് ഈ കോപ്പറയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. എന്റെ വീട്, എന്റെ വീട്, എന്റെ മുത്തച്ഛന്റെ അടുത്ത് എനിക്ക് പോണം. എന്റെ മുത്തച്ഛന്റെ അടുത്ത് എനിക്ക് പോണം. എന്റെ മുത്തച്ഛൻ വന്നു, എന്റെ മുത്തച്ഛൻ വന്നു. ശ്രീ സംഷാദ്, നമ്മൾ മനസ്സിലാക്കുന്നത് അതീവ ഒരു പരിഭ്രാന്തി നിറഞ്ഞ അവസ്ഥയിലാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ. നേരത്തെ ഒരു ആൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ എങ്ങനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷിക്കുകയോ, കാരണം മുണ്ടക്കൈ ഭാഗമൊക്കെ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഒരു തരത്തിലും അവർക്ക് പുറത്തേക്ക് പോകാനോ രക്ഷപ്പെടാനോ നിലവിലുള്ള ദുരന്ത മുഖത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ കഴിയാത്ത സാഹചര്യമാണ്. എന്റെ ബാലു, എന്റെ ബാലുമോനെ, എന്റെ ബാലുമോന് ആരെങ്കിലും കണ്ടോ മോനെ? മുത്തച്ഛന്റെ ബാലു, നീ എവിടെയാ? എന്റെ ഊരിന്റെ മക്കളുമല്ല എന്നെ ഒരു മാത്രം കേട്ടിരുന്നെങ്കിൽ. മുത്തച്ഛന്റെ ബാലുമോൻ ഇവിടെ ഉണ്ട്. മുത്തച്ഛൻ ഇന്നലെ രാത്രി എന്നെ എങ്ങോട്ടാ കൊണ്ടുപോയത്? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഞാനല്ല, എന്റെ തോഴരാ, എന്റെ തോഴര്, എന്റെ മോനെ നിങ്ങൾ കാത്തല്ലോ.
ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേളി കേട്ട നമ്മുടെ കൊച്ചു കേരളം പൈതൃക സംസ്കാരത്തിന്റെ കേദാരം. തുടർച്ചയായ ദുരന്തങ്ങൾ നമ്മെ തളർത്തുന്നുവോ? ഇല്ല, നമ്മൾ അതിജീവിക്കും. വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ പ്രകൃതിയും സംസ്കാരവും പൈതൃകവും നമ്മളിൽ ഭദ്രമാകട്ടെ. നമുക്കൊന്നിച്ച് കൈകോർക്കാം നാളെയുടെ നന്മയ്ക്കായി.